ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅലൈക്കും സലാം. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ സൂറത്ത് സബയിൽ ഈ 23-ാം ആയത്താണ് അല്ലേ തഫ്സീർ ചെയ്തു. വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير ولا تنفع الشفاعة عنده إلا لمن أذن له. അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല അള്ളാഹു സമ്മതം നൽകിയവർക്കല്ലാതെ. ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലേ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചില ആളുകളെ ആദരിക്കാൻ, ചില കർമ്മങ്ങളുടെ ആദരവ് അറിയിക്കാൻ ഒക്കെ അവർക്ക് ഷഫാഅത്തിന് അനുവാദം നൽകും. അള്ളാഹുവിൻ്റെ അടുക്കൽ സംസാരിക്കാൻ അവകാശം നൽകും. കാരണം അവിടെ ആർക്കും സംസാരിക്കാൻ അവസരമില്ലല്ലോ. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാണ്. അപ്പോൾ ആർക്കും സംസാരിക്കാൻ അവകാശമില്ല പരലോക കോടതിയിൽ. പക്ഷേ അള്ളാഹു സമ്മതം നൽകിയിട്ടുണ്ടെങ്കിൽ ചിലരവിടെ സംസാരിക്കും. അതിൽ ആദ്യത്തെ സംസാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും. അവ്വലു ഷാഫിഈൻ അവ്വലു മുശഫ്ഫ, ആദ്യം ശുപാർശ പറയുന്നവനും ശുപാർശയ്ക്ക് അനുവാദം കൊടുക്കുന്നവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്നിട്ട് നബിമാർ ശുപാർശ പറയും. അതേപോലെ തന്നെ മലക്കുകൾ ശുപാർശ പറയും, മുഅ്മിനീങ്ങൾ ശുപാർശ പറയും. പിന്നെ ചില കർമ്മങ്ങൾ അതിൽപ്പെട്ടാണ് ഇപ്പോൾ നമുക്ക് നോമ്പ്, ഖുർആൻ പോലുള്ളതായ കർമ്മങ്ങൾ ശുപാർശ പറയും. അതൊക്കെ അള്ളാഹു അനുവാദം നൽകിയതിന് ശേഷം പിന്നെ ആർക്കാണ് ശുപാർശ പറയുക? അത് അള്ളാഹു ആരെയാണോ പിന്നെ ശുപാർശ പറയാൻ ആർക്കാണോ സമ്മതം കൊടുത്തത്, അതേപോലെ ആരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടത് അവർക്ക്. എന്തായാലും ഖുൽ ലില്ലാഹി ശഫാഅത്ത് ജമീഅൻ, ഷഫാഅത്ത് മുഴുവൻ ആർക്കുള്ളതാണ്? അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവിടെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല, അള്ളാഹു സമ്മതിച്ചിട്ട് ഉള്ള ആളുകൾക്കൊഴികെ. പിന്നെ നമ്മളിവിടെ പറഞ്ഞു ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും. ഈ ഹത്ത ലിൽ ഗായ എന്ന് പറയാം. ഹത്ത ലിൽ ഗായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹത്ത ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ആയത്തിൻ്റെ ആശയം കിട്ടുക. ഹത്ത എന്നുള്ളത് എത്രത്തോളം അവരുടെ മനസ്സിൽ പേടിയുണ്ടാകും, ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ മലക്കുകളുടെ മനസ്സിൽ പേടിയുണ്ടാകും. ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഖൽബുകളിൽ നിന്ന് ഭയം നീങ്ങിയാൽ, പേടി നീങ്ങിയാൽ, ഖാലൂ മാദാ ഖാല റബ്ബുക്കും, അവർ ചോദിക്കും എന്താണ് റബ്ബ്, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്. അപ്പോൾ ഈ ഹത്ത മനസ്സിലാക്കുമ്പോഴാണ് ആളുകളൊക്കെ പേടിയിലാണ്, ആളുകളൊക്കെ നിറഞ്ഞ ഭീതിയിലാണ് കഴിയുന്നത്. ആ പേടി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മാദാ ഖാല റബ്ബുക്കും എന്നവർ സംസാരിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ദുനിയാവിലാണോ അതല്ല നാളെ പരലോകത്ത് വിചാരണയുടെ വേദിയിലാണ്? ദുനിയാവിലാണ് എന്ന് പറഞ്ഞ വിഷയം നമ്മൾ പറഞ്ഞു. ഇത് പിന്നെ ആകാശലോകത്ത് മലക്കുകൾ, പിന്നെ നിറഞ്ഞ പേടിയിലാണ് മലക്കുകൾ. ജിബ്രീൽ വരെ പിന്നെ ഒരു ജീർണിച്ച് തുരുമ്പിച്ച് കിടക്കുന്ന ഒരു വസ്ത്രം പോലെ സുജൂദിൽ കിടക്കുന്നത് കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ ഹിൽസുൽ ബാലി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വാനലോകം അത്ര പേടിയിലാണ്. ആ പേടി അവരിൽ നിന്ന് നീങ്ങുമ്പോഴാണ് മാദാ ഖാല റബ്ബുക്കും എന്ന് അവർ ചോദിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വഹയ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ജിബ്രീലിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ്. ചിലർ പറഞ്ഞതാണ് ഈ ഷഫാഅത്ത് നിർവഹിക്കപ്പെടുന്നത് എവിടെയാണ്? പരലോക കോടതിയിലല്ലേ. ആ പരലോക കോടതിയിൽ ആളുകളൊക്കെയും ഭീതിയിലാണ്, പേടിയിലാണ്. അവരുടെ ഖൽബകത്തിന് പേടി നീങ്ങിയിട്ടുണ്ട് എങ്കിൽ മാദാ ഖാല റബ്ബുക്കും എന്ന് അവർ ചോദിക്കും, പരലോകത്തുള്ളവർ ചോദിക്കും. അപ്പം ഖാലുൽ ഹക്ക്, ഹക്ക് നിങ്ങളുടെ റബ്ബ്, ഖാല അൽ ഖൗൽ അൽ ഹക്ക്, ഹക്കായ വാക്ക് പറഞ്ഞിരിക്കുന്നു. ഈ ഹക്കായ വാക്ക് എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തിന് അനുവാദം നൽകുക എന്നുള്ളതാണ്. ഷഫാഅത്ത് പറയുവാനുള്ള സമ്മതവും അനുവാദവും അല്ലാഹു നൽകിയിരിക്കുന്നു.
ഇതാണ് പിന്നെ അതിനോട് ഈ മാതാക്കാൻ റബ്ബുക്കും എന്നുള്ളതിനോട് ആളുകൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. അത് രണ്ട് തഫ്സീറുണ്ട്, രണ്ടാം തഫ്സീറും ശരിയാണ്. ആയത്ത് അവസാനിക്കുന്നത് വഹുവൽ അലിയുൽ കബീർ. വഹുവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥൻ, വഹുവ അവൻ, അൽ അലി അൽ കബീർ. എന്താ അൽ അലി? അത്യുന്നതൻ, ഉന്നതൻ. അൽ അലി ഉന്നതൻ, അൽ കബീർ വലിയവൻ. വിശുദ്ധ ഖുർആനിൽ ഈ അൽ അലിയുൽ കബീർ പലയിടത്തും ഒന്നിച്ച് വന്നിട്ടില്ലേ? ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടില്ല അങ്ങനെ അൽ അലിയുൽ കബീർ. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وهو العلي الكبير. അതെവിടെ? ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل. ലുഖ്മാനിൽ ഇതേപോലെ ഹജ്ജിലൊരായത്തുണ്ട് അതേപോലെ. പക്ഷേ അവിടെ ذلك بأن الله هو الحق وأن ما تدعون من دونه هو الباطل. അവിടെ ഒരു ഹുവയറുണ്ട്, ഹുവൽ ബാത്തിൽ. പിന്നെ വഅന്നഹു വൽ അലിയുൽ കബീർ, അലിയുൽ കബീർ. വേറെ സ്ഥലത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ, സൂറത്ത് ഗാഫിറിൽ വന്നിട്ടുണ്ട് അൽ അലിയുൽ കബീർ. സൂറത്ത് നിസായിൽ അലിയൻ കബീറ എന്നാണ്, അലിയൻ കബീറ, അലിഫ് ലാം ഇല്ലാതെ അലിയൻ കബീറൻ എന്നാണ്. അങ്ങനെ രണ്ട് നാമങ്ങളെ ചേർന്ന് ആവർത്തിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു മഹത്വമാണ് അത് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും അൽ അലി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ ഉന്നതിയെയാണ് അറിയിക്കുന്നത്. ഉന്നതി അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് എവിടെയാണ്? ഉന്നതങ്ങളിലാണ്, അർശിന് മുകളിലാണ്. അള്ളാഹിൻ്റെ സത്ത ദാത്ത് കൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? അള്ളാഹു കതബ കിതാബൻ എന്ന് പറഞ്ഞേ, അള്ളാഹു എഴുതി. ഫഹുവ ആ എഴുതിയത് ഇൻദഹു അള്ളാഹിൻ്റെ അടുക്കൽ ഫൗക്കൽ അർഷ് എന്നാണ്, അർഷിൻ്റെ മുകളിലാണ് എന്നാണ്. ഫൗക്കൽ അർഷ് എന്താ എഴുതിയത്? അള്ളാഹു ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അർഷിന് മുകളിലാണ്. എന്താ എഴുതിയത്? ഇന്ന റഹ്മത്തി സബഖത്ത് ഖളബി, എൻ്റെ കോപം എൻ്റെ ദേഷ്യത്തേക്കാൾ മികച്ചതാണ്. എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തേക്കാൾ മികച്ചതാണ്. അത് അള്ളാഹു എവിടെയാണ്? അള്ളാഹു അവൻ്റെ അർഷിൻ്റെ മുകളിൽ എഴുതിയെന്നാണ്. അപ്പോൾ അള്ളാഹു എവിടെയാണ്? അള്ളാഹു അവൻ്റെ ശരീരം കൊണ്ട് ഉന്നതങ്ങളിലാണ്, അർഷിന് മുകളിലാണ്. യതഅഖബൂന ഫീകും ഇന്നൽ മലായികത്തെ യതഅഖബൂന ഫീകും എന്നാണ്. മലക്കുകൾ നിങ്ങളിൽ എന്ത് ചെയ്യുന്നതാണ്? ഊഴമനുസരിച്ച് ഉണ്ടാവുന്നതല്ലേ. എന്നിട്ട് അവർ സലാത്തുൽ ഫജറിലും സലാത്തുൽ അസറിലും അന്യോന്യം കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ഈ മലക്കുകൾ എന്ത് ചെയ്യും? മാനം കയറും. മലക്കുകൾ മാനം കയറും, അതാണ് നമ്മുടെ വിഷയം. മലക്കുകൾ എന്തിനാണ് മാനം കയറുന്നത്? മാനം കയറുന്നത് റബ്ബിങ്കലേക്കാണ്. അപ്പോഴാണ് അള്ളാഹു ചോദിക്കുക, കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചത്? അപ്പോൾ പറയാണ് ജീനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പോഴും അവർ നിസ്കരിക്കുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ മലക്കുകൾ കയറുമെന്നാണ്. അള്ളാഹുവിലേക്ക് കയറുമ്പോൾ അള്ളാഹു എവിടെയാണ്? അള്ളാഹു ഉന്നത സ്ഥാനത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു അൽ അലി. അത് അള്ളാഹുവിൻ്റെ ആ ഔന്നത്യം അത് അള്ളാഹുവിൻ്റെ സത്ത കൊണ്ടുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊക്കെ ആരാണ്? അള്ളാഹു ഉന്നതനാണ്, അൽ അലി. ഇപ്പോൾ അൽ മുതആൽ, അതേപോലെ തന്നെ അൽ അഅല, ഇതൊക്കെ അള്ളാഹിൻ്റെ പേരാണ്. അൽ മുതആൽ എന്താ? അൽ മുതആൽ അൽ കബീറുൽ മുതആൽ എന്നാണ്. അവിടെയും ഈ അൽ മുതആൽ എന്നുള്ള ഇതിന് വിൽപ്പന്നം തന്നെയാണ്. അൽ മുതആൽ ഇത് അള്ളാഹിൻ്റെ പേരാണ്, അൽ മുതആൽ എന്നുള്ളത്. സൂറത്ത് റാദിൽ അൽ കബീറുൽ മുതആൽ എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. അവിടെയും ഉണ്ടാവും ഈ അലി, ഈ അൽ മുതആൽ എന്ന് പറഞ്ഞാൽ ഉന്നതൻ എന്നാണ്. ഇതേപോലെ അൽ അലി എന്നുള്ളതിൻ്റെ. അതേപോലെ തന്നെ അൽ അഅല, അല എവിടെ വന്ന്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അൽ അഅല, അൽ അഅല, അൽ മുതആൽ, അൽ അലി, ഇതൊക്കെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതമാണ്. അള്ളാഹിൻ്റെ സത്തയാകട്ടെ, അള്ളാഹുവിൻ്റെ ആ ബോഡിയാകട്ടെ, ഇനി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളും ഒക്കെ അത് ഉന്നതമാണ് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കബീർ എന്ന് പറഞ്ഞത്, കബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിപ്പത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ അധികാരമാകട്ടെ, അള്ളാഹുവിൻ്റെ ഇനിയിപ്പോൾ നമ്മളിത് പറയുന്ന സത്തയാകട്ടെ, അതൊക്കെ വലിയതാണ്, അൽ കബീർ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ
അള്ളാഹു അക്ബറു കബീറ എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹുവിൻ്റെ ഈ ദാത്തിൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖഹർ അധികാരത്തിൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഷഅൻ കാര്യങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കബീർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അൽ കിബ്രിയാഉ ഇസാരി വൽ അദമതു റിദാഇ ഫമൻ നാസഅനി ഫീഹി അൽഖൈതുഹു ഫീ ജഹന്നം, അല്ലെങ്കിൽ ഖസംതുഹു എന്നൊക്കെ ഉണ്ട്. കിബ്രിയ എന്ന് പറഞ്ഞെങ്കിൽ വലിപ്പം, ഞാൻ എന്ന വലിപ്പം, അത് ഈ കബീറിൽ നിന്നാണ്, കിബിറിൽ നിന്നാണ് കിബിരിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കിബിരിയ എൻ്റെ ഉടുമുണ്ടാണ്, അദമത്ത് എൻ്റെ രീത ആണ്, ഉത്തരീയമാണ്. എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അള്ളാഹുവിനുള്ളതാണ് എന്നാണ് ഈ രണ്ട് സ്വഭാവങ്ങളും, കിബിരിയാവും അദമത്തും. ഞാൻ എന്ന ഭാവവും അതേപോലെ തന്നെ മഹത്വം എന്നുള്ളതും അത് അള്ളാഹ്ക്ക് പ്രത്യേകമാണെന്നുള്ളത്. ഇതിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചാൽ എന്നാണ് ഫമൻ നാസഅനി ഫീഹി, ഇതിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അൽഖൈതുഹു ഫീ ജഹന്നം, അവന് ഞാൻ നരകത്തിലേക്ക് എറിയുമെന്നാണ്. അള്ളാഹു കാക്കട്ടെ. ഇമാം അബൂ ദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ചില സ്ഥലത്ത് ഖസംതുഹു എന്നാണ്, ഖസംതു പറഞ്ഞാൽ അവൻ്റെ നടു ഞാൻ ഒടിക്കുന്നതാണ്. ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് ഇത് രണ്ടും. കാരണം അത് അള്ളാഹ്ക്ക് പ്രത്യേകതയാണ്. ഈ ഞാൻ ഭാവം അത് അള്ളാഹുവിന് പ്രത്യേകമാണ്. അതാരെങ്കിലും ഭൂമിയിൽ നടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അള്ളാഹു അവനെ ഒടിക്കും. അള്ളാഹു നമുക്കാക്കട്ടെ. അള്ളാഹു അവനെ നരകത്തിൽ എറിയുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കിബിർ നടിക്കുന്നവനെ പരലോകത്തെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക? കിബിറുള്ള ആളുകളെ പരലോകത്തെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക? ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ. അതെന്തിനാ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ? അവിടെ ആളുകൾ ചവിട്ടാം, ആളുകൾ ചവിട്ടിയിട്ട് ഓൻ്റെ ഈ ഞാൻ ഭാവത്തെ കെടുത്താൻ, അതിനെ ശിക്ഷിക്കാൻ എന്നുള്ളതാണ്. ഏതായാലും അത് അള്ളാഹുവിന് നമ്മൾ വകവെക്കേണ്ട ഒരു വിഷയമാണിത്, കിബിർ എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു കബീറാണ്, അള്ളാഹു അക്ബറാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അസ്സുനനുൽ കുബ്രയിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ആറാബി വരെയാണ്. ആ ആറാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ് അല്ലിംനി ഖൈറൻ. അല്ലിംനി ഖൈറൻ എന്ന് പറഞ്ഞാൽ വല്ല നന്മയും പഠിപ്പിച്ചു തരൂ എന്നാണ്. അപ്പോൾ ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഫഖബള യദഹു, റസൂലുള്ളാഹി അയാളുടെ കൈ പിടിച്ച്, കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി പറയണം, ഖുൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ എണ്ണിക്കൊടുത്ത്. അപ്പോൾ അയാളുടെ കൈ ഇങ്ങനെയാണുള്ളത്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിൻ്റെ അയാളെ റസൂലിനെ വിട്ട്. അപ്പോൾ അയാളിങ്ങനെ പോയി. അപ്പോൾ എല്ലാവരും നോക്കുകയാണ്. അപ്പോൾ അയാളെന്ത് ചെയ്തു? കുറച്ച് നേരം പോയിട്ട് എന്ത് ചെയ്തു? അയാളോട് അയാൾ പോയിട്ട് എന്ത് ചെയ്യും? അയാളിങ്ങനെ ആലോചിക്കാൻ ഇത് പിടിച്ചിട്ട്, എന്നിട്ട് അയാൾ അവിടെ നിന്നോടത്ത് ഇങ്ങോട്ട് തന്നെ വരികയാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ. അപ്പോൾ റസൂലുള്ളാഹി സഹാബത്തിനോട് പറയാണ്, തഫക്കറൽ ബായിസ് വജ. തഫക്കറൽ ബായിസ് എന്ന് പറഞ്ഞാൽ സാധു. അവിടെ പോയിട്ട് ആലോചിച്ചിട്ട് തിരിച്ചു വരികയാണെന്ന് പറയുന്നത്. അയാൾ തിരിച്ചു വന്നിട്ട് അയാൾ റസൂലുള്ളാഹിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹാദാ ലില്ലാഹ്. ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ഫമാലി, എനിക്കെന്താണെന്ന് ചോദിക്കാൻ, എനിക്കെന്ന് ചോദിക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധൻ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും നന്ദിയും, അല്ലാഹു അക്ബർ അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രം. അയാൾ ഇതൊക്കെ അള്ളാഹ്ക്കാണ്, എനിക്കെന്താണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അറാബി ഇദാ ഖുൽത സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹ് സദഖ്ത്, അള്ളാഹ് പറയും സദഖ്ത്, നിങ്ങളാ പറഞ്ഞ സുബ്ഹാനല്ലാഹ് സത്യമാണ്. വൈദാ ഖുൽത അൽഹംദുലില്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഖാലല്ലാഹ്, അള്ളാഹു പറയും സദഖ്ത്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. വൈദാ ഖുൽത അല്ലാഹു അക്ബർ, നിങ്ങൾ അല്ലാഹു അക്ബർ ഖാലല്ലാഹ് സദഖ്ത്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. വൈദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലല്ലാഹ് സദഖ്ത്, അള്ളാഹ് പറയും നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്, സത്യമാണ്. എന്നിട്ട് പറയണം അതാണ് ഫഇദാ ഖുൽത അല്ലാഹുമ്മ ഗ്ഫിർലി, ഫഇദാ ഖുൽത അല്ലാഹുമ്മ ഗ്ഫിർലി, അങ്ങ് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞെങ്കിൽ ഖാലല്ലാഹ് ഖദ് ഫഅൽത്, അള്ളാഹു നീ എനിക്ക് പൊറുക്കണമേ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ് പറയും ഞാൻ നിനക്ക് പൊറുത്തിരിക്കുന്നു. വഇദാ ഖുൽത വർഹംനി അല്ലാഹുമ്മ ർഹംനി ഖാലല്ലാഹ് ഫഅൽത്, ഞാനത് ചെയ്തിരിക്കുന്നു, നിന്നോട് ഞാൻ കരുണ കാണിച്ചിരിക്കുന്നു. വഇദാ ഖുൽത അല്ലാഹുമ്മ ർസുഖ്നി,
അള്ളാഹു നീ എനിക്ക് റിസ്ക് തരയണമേ എന്ന് പറഞ്ഞെങ്കിൽ ഖാലല്ലാ ഖദ് ഫഅൽത്, ഞാൻ നിനക്ക് റിസ്ക് ഏകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതാണ്. അപ്പോൾ ഇതണ്ട, ഇത് 4 ഈ വിരൽ 3 പിന്നെ അയാൾ കൂട്ടിപ്പിടിച്ച് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വർസുഖ്നി, ഇത് 3 നിസ്ലാസ്ലം തങ്ങളെ പഠിപ്പിച്ച്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാണ് ഫഅഖദ ബിയദിഹി സബ്അൻ സുമ്മ മദാമാണ്. അയാൾ 7 വിരലുണ്ടല്ലോ, 7 വിരൽ ഇങ്ങനെ പിടിച്ച്, 7 വിരലുണ്ടെങ്കിൽ ഇത് സുബ്ഹാനല്ലാഹ്, ഇത് അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹു അക്ബർ, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ഏതൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ റഹംനി, അല്ലാഹുമ്മ ഇർസുഖ്നി. അനസ് റളിയല്ലാഹു അൻഹു പറയണം അയാൾ ഇങ്ങനെ പിടിച്ചിട്ട് പോയി എന്നാണ്. അയാൾക്ക് നിർവൃതിയായി, ഇത് അള്ളാഹ്ക്ക് ഇതെനിക്ക്. അവിടെ ഞാൻ കൊണ്ടുവന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ദിക്റുകളിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അൽ കബീർ എന്നുള്ളതിന് നമ്മൾ അംഗീകരിക്കലാണ് നമ്മളുടെ ഇത്തരം തസ്ബീഹുകൾ. അത് വാക്കാൽ മാത്രമല്ല. മനസ്സിലായി? ഒരു അറാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹ് അല്ലിംനി കലാമൻ അഖൂലുഹു, റസൂലേ അല്ലിംനി കലാമൻ അഖൂലുഹു, എനിക്ക് ചൊല്ലാൻ ഒരു വാക്ക് പഠിപ്പിച്ചു തരൂ, എനിക്ക് വാക്ക് പഠിപ്പിച്ചു തരൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറാബിനോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബറു കബീറ, ഇവിടെ തുടങ്ങി അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ, പിന്നെ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. ഹദീസിൻ്റെ പ്രകാരം അവിടെ അൽ അസീസിൽ ഹക്കീം എന്ന് ഇത് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പോഴും ഈ അറാബി പറയുന്നുണ്ട് ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അതിനെ തുടർന്ന് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി, 4 അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വർഫഅനി വർസുഖ്നി, ഈ 4 ദുആകൾ പഠിപ്പിച്ചു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം എന്ന് പഠിപ്പിച്ചപ്പോൾ അയാൾക്കായി ഗ്രഹിച്ചു. കാരണം അതൊക്കെ അള്ളാഹ്ക്കുള്ള പുകഴ്ത്തലും വാഴ്ത്തലും സ്തുതിയും നന്ദിയാണ്. അപ്പോൾ അയാൾ പറയുന്നത് അതല്ല ഫമാലി, എനിക്കെന്തെന്ന് ചോദിക്കണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വർഫഅനി വർസുഖ്നി എന്ന ദുആ ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലാക്കുള്ളി ഞാനത് കൊണ്ടുവന്നത് ഒന്നാമത് നമ്മൾ തഫ്സീറൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിനെ ധന്യമാക്കാനുള്ള വിഷയങ്ങൾ നമ്മളിതിൽ ഇവിടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം നാമങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു അൽ അലി എന്ന് പറയുമ്പോൾ അല്ലാഹു അൽ ഖബീർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊരുളുകൾ, അതിൻ്റെ തേട്ടങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. ഇങ്ങനെ സാസനമാ തങ്ങൾ അതെങ്ങനെ മനസ്സുകളിൽ വളർത്തി ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇമാം ബൈദാവിൻ്റെ തഫ്സീർ കേട്ടിട്ടില്ല. ബൈദാവി തഫ്സീർ എപ്പോഴും പറയല്ല, കാരണം ദർസുകളിൽ അത് ഓതും. തഫ്സീർ ഓതുന്നത് ബൈദാവിൻ്റെ തഫ്സീറാണ്. ഇമാം ബൈദാവി എനിക്കുള്ളത് 678 675 മരണപ്പെടുന്നത്. 675 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുൻഗാമിയാണ്. ഈ തഫ്സീറുൽ ബൈദാവിയാണ് ദർസിലോത്. തഫ്സീറുൽ ബൈദാവി നല്ല തഫ്സീർ തന്നെയാണ് വൈജ്ഞാനികമായിട്ട്. പക്ഷേ ഈ അശഅരി ശായിവുള്ള ഒരു തഫ്സീറാണ്, പക്ഷേ നല്ല വിജ്ഞാനപ്രദമായിട്ട് തഫ്സീറാണ് തഫ്സീറുൽ ബൈദാവി. അബൂ നസർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അശ്ശിറാസി അൽ ബൈദാവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഷിറാസ് നിവാസിയാണ്. പേര് തുർക്കിയിലാണ് അത് വരിക, പണ്ടത്തെ തുർക്കിയിൽ. അവിടെ അൽ ബൈദ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ചേർത്താണ് ബൈദാവി. അദ്ദേഹം തഫ്സീർ എഴുതി. ആ തഫ്സീർ എഴുതിയിട്ട് അന്നത്തെ ഭരണാധികാരി വായനപ്രിയനാണ്. അതുകൊണ്ട് നല്ല വൈജ്ഞാനികമായത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ എഴുതിയതിന് തൂക്കത്തിട്ട് സ്വർണം കൊടുക്കും. എന്നാണ്. തുലാസിൽ ഒന്ന് ഈ കിതാബ് വെക്കും, മറ്റേടത്ത് സ്വർണം വെച്ചിട്ട് ആ സ്വർണം കൊടുക്കും. അപ്പോൾ ബൈദാവി എന്ത് ചെയ്ത് ഇത് എഴുതി ഈ തഫ്സീറായിട്ട് പോവുകയാണ്, ഷാമിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെയല്ലോ ഇപ്പോൾ യാത്രയിൽ എന്ത് ചെയ്യും, പോകുമ്പോൾ വഴിയിൽ അന്ത്യം ഉറങ്ങേണ്ടി വരില്ലേ. അപ്പോൾ ഒരു വിരക്തനായ ഒരു സാഹിദായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് അയാൾക്ക് ബൈദാവി അന്ത്യം ഉറങ്ങുന്നത് യാത്രാമധ്യേ. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ തഫ്സീർ എഴുതി, അള്ളാൻ്റെ കിതാബിന് തഫ്സീർ എഴുതി,
തഫ്സീറിൻ്റെ പേരാണ് അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ. തഫ്സീറുൽ ബൈദാവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരല്ല. ഇപ്പോൾ തഫ്സീർ ഇബ്നു കസീർ അതതിൻ്റെ പേരല്ല, പക്ഷേ തഫ്സീർ ഇബ്നു കസീർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തഫ്സീർ തബരി, തഫ്സീറുൽ ഖുർത്തുബി അതൊന്നും അതിൻ്റെ പേരല്ല. അപ്പോൾ ഇതിൻ്റെ പേര് തഫ്സീറുൽ ബൈദാവി അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ എന്നാണ്. ഞാനിങ്ങനെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഈ അൻവാറു തൻസീലായിട്ട് ഞാൻ പോവാണ് രാജാവിൻ്റെ അടുത്ത് നിന്ന് ഇതിന് എനിക്ക് കിട്ടണ പ്രതിഫലം പാരിതോഷികം വാങ്ങാൻ. രാജാവ് കാരണം എന്താ, നിർധനരാണ്. അപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടാനാണ് ഞാൻ പോകണമെന്ന് പറയണത്. അപ്പോൾ ഈ ആതിഥേയൻ ചോദിച്ചു എന്നാണ്, ഒരു ദാർശനികനാണ്, നിങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ തഫ്സീർ എന്താ എഴുതിയത് എന്ന് ചോദിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതിൻ്റെ തഫ്സീർ എന്താ ഇതിൽ എഴുതിയിരിക്കണമെന്ന് ചോദിച്ചു. മാദാ ഖുൽത ഫീ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അത് ചോദിച്ച് രാത്രി നടന്ന സംസാരമാണ്. ഇനിയിപ്പോൾ അയാൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെയാണ് പോവുക. പക്ഷേ ബൈദാവി എന്ത് ചെയ്ത് ആ ചോദ്യത്തിൽ രാത്രി കഴിച്ചു കൂട്ടി. എന്തിനാണ് ചോദിച്ചതെന്നുള്ളത്. അങ്ങനെ ബൈദാവി പിന്നെ തഫ്സീറായിട്ട് തൻ്റെ പെരേക്ക് തന്നെ പോയി എന്നാണ്. കാരണം എന്താ, ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ എഴുതിയതായിട്ട് കൊടുക്ക് പോകില്ല, സ്വർണം വാങ്ങാൻ പോകില്ല. പക്ഷെ അത് ഈ വഴിയിൽ നിന്ന് പഠിച്ചു മൂപ്പര്. ഓരോ കാര്യകാരണങ്ങളുണ്ടല്ലോ തുറയാൻ. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാനത് ഉദാഹരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ചില വഴിത്തിരിവുകളും അതേപോലെ തന്നെ മാറ്റങ്ങളൊക്കെ ഇതിൽ നിന്ന് സാധ്യമാകണം. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ അള്ളാഹുവിൻ്റെ അൽ അലി, അള്ളാഹുവിൻ്റെ അൽ ഖബീർ ഇതൊക്കെ മനസ്സിലാക്കുന്നതിലുള്ള പോരായ്മയും പരിമിതിയൊക്കെയാണ് പലരും എന്ത് ചെയ്യണത്, ഈ അന്ധവിശ്വാസങ്ങളിൽ ചേക്കേറിയിട്ട് പരാജയപ്പെടുന്നത്. ജീവിത നാളിൽ ഒരു കുപ്പായത്തിൻ്റെ ബട്ടൺസ് ഇടാനോ ഒരു കുപ്പായം തന്നെ മേത്ത് കയറ്റിയിടാനോ കഴിയാത്ത ആളുകളെക്കുറിച്ചാണ് അവർ മരിച്ചതിന് ശേഷം ഈ ഉലകം മുഴുവൻ നിയന്ത്രിക്കുന്ന കുത്തുബുൽ ആലം, കുത്തുബുസ്സമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീങ്ങുന്നത് ആളുകൾ അള്ളാഹ്ക്ക് സമമായിട്ട് മറ്റൊരു പടച്ചവനെ സൃഷ്ടിക്കണം. ജീവിക്കണ നാളിൽ അയാൾക്ക് ഒരു കുപ്പായം മേത്തിടാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം ഒരു കുപ്പായത്തിനെ അതിൻ്റെ ഒരു ബട്ടൺസ് ഇടാൻ കഴിയാത്ത ഒരാൾ, അയാൾ മരിച്ചതിന് ശേഷം ഈ ഉലകം നിയന്ത്രിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ അങ്ങോട്ടൊക്കെ പോകുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്നതിലുള്ള ആളുകളുടെ പരാജയമാണ്. അല്ലാഹു കാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. തയ്യിബ് ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്. ഇനി മക്കക്കാരോടാണ് ചോദിക്കേണ്ടത്. മക്കക്കാരോട് പ്രത്യേകമുള്ള ചോദ്യമൊന്നും അല്ലത്, എക്കാലഘട്ടത്തിലും എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് പ്രത്യേകിച്ച് മക്കക്കാരോട് അന്ന് ചോദിക്കാൻ പറഞ്ഞാണ്. അതിൽ നമുക്ക് കുറച്ച് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഇതാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ് ഖുലില്ലാഹ് വ ഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംനാ വലാ നുസ്അലു അമ്മാ തഅമലൂൻ. എന്താ, ഖുൽ നബിയെ ചോദിക്കൂ, മൻ യർസുഖുകും ആരാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്, മിനസ് സമാവാതി വൽ അർദ് വാനങ്ങളിൽ നിന്നും ഭുവനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവൻ ആരാണ് എന്ന് ചോദിക്കൂ. ഖുലില്ല, ഖുൽ പറയുക അല്ലാഹ്. ആരാണ് തരുന്നത്? അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വ ഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. വ ഇന്ന തീർച്ചയായും ഞങ്ങൾ, ഔ ഇയ്യാകും അല്ലെങ്കിൽ നിങ്ങൾ, ഇത് ചോദ്യമാണ്. അപ്പോൾ വ ഇന്ന ഔ ഇയ്യാകും തീർച്ചയായും ഞങ്ങളാണോ, ഔ ഇയ്യാകും അല്ലെങ്കിൽ നിങ്ങളാണോ. ഞങ്ങളാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളും, നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിയോഗികൾ. ഞങ്ങളാണോ അതല്ല നിങ്ങളാണോ. ലഅലാ ഹുദൻ, ലഅലാ ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൽ, സൽവഴിയിൽ. ഔ അല്ലെങ്കിൽ ഫി ളലാലിൻ മുബീൻ വ്യക്തമായ വഴികേടിൽ. ഞങ്ങളാണോ അതല്ല നിങ്ങളാണോ സന്മാർഗത്തിൽ അതല്ല വ്യക്തമായ വഴികേടിൽ. ഇക്കാര്യവും ചോദിക്കൂ എന്നാണ്. ഇതെന്താ, മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവർക്കും ഇവർക്കും എന്താണ്, നമുക്കും അവർക്കും എന്നാണ്, അല്ലാഹ് എന്നുള്ളതാണ്. ഇതിൽ സംശയമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായി മക്കയിലുണ്ടായിരുന്നവർ, അവർക്ക് ഇതിൻ്റെ ഉത്തരം അല്ലാഹ് എന്നതിൽ സംശയമല്ല.
അത് അവർ അംഗീകരിക്കുന്ന വിഷയമാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചതാര്, നിങ്ങൾക്ക് അന്നം തരുന്നതാര്, ഇതുപോലത്തെ ചോദ്യങ്ങളിൽ അവർ അള്ളാഹ് എന്നല്ലാതെ മറ്റൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ സൃഷ്ടിച്ചിട്ട് അന്നം തരുന്നവൻ അള്ളാഹു ആണ് എങ്കിൽ ഞങ്ങൾ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. ആ അള്ളാഹു പുനഃസൃഷ്ടി നടത്താൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ്. ഇനി നമുക്ക് ആലോചിക്കാം, ഞങ്ങളാണോ നിങ്ങളാണോ സന്മാർഗത്തിൽ, അതല്ല വ്യക്തമായ വഴികേടിൽ? ഇതിനെ പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന ലഹുദൻ ലഅലാ ഹുദൻ ഔ ഫി ളലാലി മുബീൻ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫി ളലാലി മുബീൻ എന്നാണ്. ഇന്ന ഞങ്ങളാണോ ലഅലാ ഹുദൻ വ്യക്തമായ മാർഗത്തിൽ, ഔ ഫി ളലാലി മുബീൻ വ്യക്തമായ വഴികേടിൽ, ഔ അല്ലെങ്കിൽ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫി ളലാലി മുബീൻ. ആ ചോദ്യത്തിൻ്റെ ഒരു ഭംഗി നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു വശ്യത നോക്കൂ നിങ്ങൾ. ഒരാമുഖാണ്, മൈ അർസുക്കും മിനസ് സമാവാതി വൽ അർദ് ഖുലില്ല. ഈ അള്ളാഹ് എന്നുള്ളത് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. പിന്നെയോ അത് അവർ കൂടി സമ്മതിക്കുന്നതായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളയാണ് എന്നുള്ളത് അറിയിച്ചത്. നിങ്ങൾക്കും ഞങ്ങൾക്കും അന്നം തരുന്നത് അള്ളാഹുവാണ്. അത് നിങ്ങളും അംഗീകരിക്കുന്ന വിഷയമാണ്. സൃഷ്ടിച്ച അന്നം തരുന്നവനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, അവനെ ഞങ്ങൾ സത്യപ്പെടുത്തുന്നു, അവൻ്റെ പരലോകത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, ഞങ്ങളാണോ സന്മാർഗത്തിൽ, അതല്ല വ്യക്തമായ വഴികേടിൽ? നിങ്ങളാണോ സന്മാർഗത്തിൽ, അതല്ല വ്യക്തമായ വഴികേടിൽ? ഇത്തരം അല്ലേ മുട്ടാൻ ഇങ്ങനത്തെ ഇതാണ് ചോദ്യമാണ്. പിന്നെ മാത്രമല്ല, ആ ചോദ്യത്തിലെ ഒരു പ്രത്യേകത, ഇത് ഈ നിങ്ങളാരാ, അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളാരാ? മക്കയിലെ ബൗദ്ധ വിശ്വാസികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കടുത്ത എതിരാളികളാണ്. സൂറത്തു സബ ആണല്ലോ, മക്കിയത്തായ സൂറത്താണ്. ഇതിൽ അഭിസംബോധന അബൂജഹലിനോടാണ്, അബൂലഹബിനോടാണ്, ഉത്ബയോടും ഷൈബയോടും ഒക്കെയാണ്. അത്തരം കടുത്ത അവിശ്വാസികളോടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഇനി ഇതിനെ തുടർന്ന് അടുത്ത ചോദ്യം അത് നോക്കി. ഖുൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തുസ്അലൂന അമ്മാ അജ്റംന. ലാ തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടൂല. എന്തിനെക്കുറിച്ച്? അമ്മ അജ്റംന, ഞങ്ങൾ തെറ്റ് ചെയ്തതിനെക്കുറിച്ച്. അജ്റമ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത് തെറ്റ് ചെയ്തതാണ്. കുറ്റത്തിൽ അകപ്പെട്ടു, തെറ്റിലകപ്പെട്ടു, അതാണ് അജ്റംന. ഞങ്ങൾ തെറ്റിലകപ്പെട്ടതിനെക്കുറിച്ച് അമ്മ. ലാ തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടൂല. വലാ നുസ്അൽ, ഞങ്ങൾ ചോദിക്കപ്പെടൂല. ഞങ്ങൾ ചോദിക്കപ്പെടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഞങ്ങൾ ചോദിക്കപ്പെടുകയുമില്ല. അമ്മ തഅമലൂൻ, നിങ്ങൾ ചെയ്തിരുന്നതിനെക്കുറിച്ച്. താമലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നു, അമ്മ താമലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ ഈ അമ്മ എന്നുള്ളത് അൻ, പിന്നെ മ, അതിനെ പഠിയും. മായാകുമ്പോൾ ചോദിച്ചത് എന്തെല്ലാം ഉണ്ടോ അത് എല്ലാം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മളൊരു അർത്ഥം പറയുമ്പോൾ അമ്മ അജ്റംന, ഞങ്ങൾ തെറ്റിലകപ്പെട്ടത് എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും ലാ തുസ്അലു, നിങ്ങൾ ചോദിക്കപ്പെടില്ല മുശ്രിക്കുകളോട്. വലാ നുസ്അൽ, ഞങ്ങൾ ചോദിക്കപ്പെടുകയുമില്ല അമ്മ തഅമലു, നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച്, നിങ്ങൾ ചെയ്ത എന്തെല്ലാം ചെയ്തികളുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അവിടെ നോക്കി, ഈ ആയത്തിൻ്റെ ശൈലി നോക്കി. ഇപ്പം നമ്മൾ ഈ അമുസ്ലിമീങ്ങളോടൊക്കെ ദഅവത്ത് നടത്തുമ്പോൾ വിശിഷ്യ ഇസ്ലാമിൻ്റെ എത്ര കൊടിയ ശത്രുക്കളും ബദ്ധവൈരികളുമാണ് എങ്കിൽ അവരോടൊക്കെ എങ്ങനെയായിരിക്കണം നമ്മളുടെ ശൈലി, എങ്ങനെയായിരിക്കണം അവരോടുള്ള സംവാദത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ മാതൃക എന്നുള്ളത് നമുക്കിതിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ലാ തുസ്അലൂന അമ്മ അജ്റംന, ഞങ്ങൾ തെറ്റിലകപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടില്ല എന്നാണ്. ഞങ്ങൾ തെറ്റിലകപ്പെട്ടതിനെക്കുറിച്ച്. ഇതിൻ്റെ നേരെ മുക്കാബിൽ ഇവിടെ എന്താ വരേണ്ടത് എന്ന് പറഞ്ഞേ, ഇതേപോലെയാണെങ്കിൽ എങ്ങനെ വരേണ്ടത്? വലാ നുസ്അലു അമ്മ തഅമലു എന്ന് പറഞ്ഞത്. ഇതിനനുസരിച്ച് എങ്ങനെ വരേണ്ടത്? അജ്റംന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റിലകപ്പെട്ടു എന്നല്ലേ. നിങ്ങൾ തെറ്റിലകപ്പെട്ടതിനെക്കുറിച്ച് ഞങ്ങളും ചോദിക്കപ്പെടില്ല. അമ്മ തുജ്രിമൂൻ, നിങ്ങൾ തെറ്റിലകപ്പെട്ടതിനെക്കുറിച്ച് ഞങ്ങളും ചോദിക്കപ്പെടില്ല എന്ന്. പക്ഷേ ഞങ്ങൾ തെറ്റിലകപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടില്ല, നിങ്ങൾ ചെയ്തത് എന്തെല്ലാം ഉണ്ടോ അതിനെക്കുറിച്ച് ഞങ്ങളും ചോദിക്കപ്പെടില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഉദ്ദേശം എന്താണ്? അമ്മ തുജ്രിമൂൻ, നിങ്ങൾ തെറ്റ് ചെയ്തതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കപ്പെടില്ല എന്നാണ്. പക്ഷേ അവിടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞില്ല. ഒരു സംവാദമാകുമ്പോൾ ഒരു ആശയം
സംഭാഷണമാകുമ്പോൾ അതിൽ ഉണ്ടല്ലോ നമ്മുടെ പ്രയോഗങ്ങൾ വളരെ സൂക്ഷ്മമായിരിക്കണം, മാന്യമായിരിക്കണം, ഹൃദ്യമായിരിക്കണം. അയാൾ നന്നാവാനാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. അയാളുടെ മോക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സംസാരം നടത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അമ്മ തുജിരിമു, നിങ്ങൾ അവരടുത്തുള്ളത് ഈ അമ്മ താമൽ എന്നാണ് എന്താ? അവരടുത്തുള്ള ഷിർക്കാണ്, അവരടുത്തുള്ള കുഫറാണ്, അവരടുത്തുള്ള പരലോക നിഷേധമാണ്, അവരടുത്തുള്ള അന്ധവിശ്വാസ അനാചാരങ്ങളാണ്. അതാണ് ഈ താമലൂൻ, അതാണ് യഥാർത്ഥത്തിൽ കുറ്റം. പക്ഷേ പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ പറയാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തുസ്അലൂന അമ്മ അജ്റംന വലാ നുസ്അലു അമ്മ താമൽ. പറയുമ്പോൾ ഈ അമ്മ അജ്റംന ഉണ്ടല്ലോ, നമ്മളടുത്തൊരു കുറ്റമില്ല. ഈ ചോദിക്കുന്നവരെടുക്കൽ ഇത് ചോദിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, വിശ്വാസികളാണ്. അവരടുത്തൊരു കുറ്റമല്ല. അവർ അള്ളാഹിൻ്റെ ഏകത്വം സമ്മതിച്ചവരാണ്, ലോകത്തെ ഏറ്റവും വലിയ സത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരാണ്, അള്ളാഹു പറഞ്ഞ പരലോകത്തെ സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവരാണ്. അവിടുത്തെ കുറ്റമല്ല. പക്ഷേ നമ്മുടെ വിഷയം അത് എതിരാളി അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ശൈലി ഇത് നമുക്കൊക്കെ പ്രബോധന മേഖലയിൽ വലിയ വെളിച്ചവും മാർഗമാണ്. ഈ രണ്ട് ആയത്തും അതുപോലെയാണ്. ഇവിടെ വ ഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ എന്നുള്ളിടത്ത് ഞങ്ങളാണോ സന്മാർഗത്തിൽ അതിൽ വ്യക്തമായ വഴികാട്ടി, നമുക്ക് 100% ഉറപ്പുണ്ട് നമ്മളെവിടെയാണ് സന്മാർഗത്തിലാണ് എന്നുള്ളത്, ഒരിക്കലും ദലാലിലല്ല എന്നുള്ളത്. പക്ഷെ ചോദിക്കുമ്പോൾ ഞങ്ങളാണോ സന്മാർഗത്തിൽ അതിൽ വ്യക്തമായ വഴികാട്ടിൽ, നിങ്ങളാണോ സന്മാർഗത്തിൽ വ്യക്തമായ വഴികാട്ടിൽ ഉണ്ടാവും, അങ്ങനെ ചോദിക്കണം. അത് അവരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ ഉള്ള ഒരു ശൈലിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഖുല്ലാ തുസ്അലൂന അമ്മ അജ്റംന വലാ നുസ്അലു അമ്മ തഅമലൂൻ. ഇതേപോലെ ശൈലികൾ വിശുദ്ധ ഖുർആനിൽ കുറേ ഉണ്ട് അല്ലേ? ഖുൽ ഇഅ്മലു അലാ മകാനതികും ഇന്നി ആമിലുൻ എന്നൊക്കെ പറഞ്ഞല്ലേ, ഇങ്ങനത്തെ പല വചനങ്ങളുണ്ട്. ഈ ആയത്തിൻ്റെ ശൈലിയിൽ നിന്നാണ് ഈ അമുസ്ലിമീങ്ങളോടുള്ള പ്രത്യേകിച്ച് സംസാരങ്ങളിൽ പിന്നെ നമ്മൾ നടത്തുന്ന പ്രയോഗങ്ങൾ മാന്യമാക്കേണ്ടുന്നതിൻ്റെ വിഷയം പഠിപ്പിക്കപ്പെടുന്നത്. ഈ ആയത്തുകൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതായത് നമ്മൾ സംസാരത്തിൽ, സംവാദത്തിൽ, സംഭാഷണത്തിൽ പ്രയോഗിക്കേണ്ട ശൈലിയും മാന്യതയും. ഇവിടെ പ്രതിയോഗികൾ അപ്പുറത്ത് നിൽക്കുന്നവർ എത്ര കൊടിയ ശത്രുക്കളാണ്, ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കാൻ പറയുന്ന ഒരു രീതി. ഈ ആയത്ത് ഒരു വിഷയത്തിൽ ചിലർ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ അവിശ്വാസികൾ അവരെ കാഫിർ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടോ? അതല്ല, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ആദർശ സഹോദരങ്ങളല്ല, പിന്നെയോ ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ സഹോദരങ്ങളാകാം, ചിലപ്പോൾ ഒരു നാട്ടുകാർ എന്ന ആൾക്ക് സഹോദരന്മാരാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പിന്നെ അൽ അഖ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വഇല ആദിൻ അഖാഹും ഹൂദൻ വഇല മദിയന അഖാഹും ശുഐബൻ വഇല സമൂദ അഖാഹും സാലിഹൻ, ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചില്ലേ. ഇതൊക്കെ ഒന്നുകിൽ നാട്ടുകാരൻ, ഗോത്രക്കാരൻ, ആ നിലക്കുള്ള സഹോദരിയാണ് ഇവിടെ ഉദ്ദേശം. ആദർശ സഹോദരിയല്ല, അത് പാടുള്ളവുമല്ല, എന്നാൽ ആദർശത്തിൽ സഹോദരങ്ങളല്ല. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളായ സഹോദരങ്ങളെ എന്ന് വിളിച്ചിട്ട് പിന്നെ അവരോട് അഭിസംബോധന ചെയ്യാമോ? അതല്ല, അവർ അവിശ്വാസികളെ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടതല്ല. അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ എന്ന് വിളിച്ചിട്ട് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാം. അതാണ് ഈ ആയത്തുകളൊക്കെ അറിയിക്കുന്നത്, പോലത്തെ ആയത്തുകൾ അറിയിക്കുന്നത് അതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇപ്പോൾ വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീൻ എന്നാണ്, ഗൈറൽ ഇസ്ലാം, വമയ്യബ്തഗിൽ കുഫർ എന്നുള്ളത് പറഞ്ഞത്. ഉദ്ദേശം എന്താണ്? ഇസ്ലാം അല്ലാത്തതിനെ എന്നാണ്. ഈ അറബിയിൽ ഗൈറുൽ മുസ്ലിമീൻ എന്ന് പറയാം. ഗൈറുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളല്ലാത്തവർ എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഗൈറുൽ മുസ്ലിമീൻ എന്ന അഭിസംബോധന ചെയ്യണമെന്നോ അതല്ല അൽ കുഫാർ എന്ന അഭിസംബോധന ചെയ്യണം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോക്കി നിങ്ങൾ, അവിശ്വാസികൾ ഉൾപ്പെട്ട ഒരു ജനതയോടാണ് അഭിസംബോധന എങ്കിൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ ശൈലി? യാ അയ്യുഹൻ യാ അയ്യുഹന്നാസ് എന്നാണ് അല്ലേ?
മക്ക കാലഘട്ടത്തിലൊക്കെ ഉള്ള അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്നാണ്, ജനങ്ങളെ എന്നാണ്, ജനങ്ങളെ എന്നാണ്. ഇതാണ് പൊതുവെ യാ അയ്യുഹന്നാസ്. പിന്നെ യാ ഖൗമി, യാ ഖൗമി എൻ്റെ ജനങ്ങളെ എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് യാ ഖൗമി, ഈ ശൈലികളാണ്. അതേസമയം യാ അയ്യുഹൽ കാഫിറൂൻ വന്നിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള വിളി അത് എല്ലാവരോടുള്ള വിളിയല്ല. അവിശ്വാസികൾ മൊത്തത്തിലോട് ഉദ്ദേശമാണെങ്കിലും ആ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്താ? അതൊരു പ്രത്യേകം ഒരു വിഭാഗത്തിൻ്റെ വിഷയത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖുറൈശികൾ വന്നിട്ട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഞങ്ങൾ നിങ്ങൾക്ക് സ്വത്ത് തരാം, തകൂന അഗ്നന്നാസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പന്നനാകാം, പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും നല്ല ഒരു ഷറഫുള്ള സ്ത്രീയെ കെട്ടിച്ചു തരാം, കല്യാണം കഴിച്ചു തരാം, അല്ലെങ്കിൽ യതഊന അഖിബഹു എന്നാണ്, ഞങ്ങൾ താങ്കളെ നേതാവായി വാഴ്ത്താം. എന്തിന്? പ്രവാചകത്വ ധർമ്മം അത് നിർത്തിവെക്കാൻ. അതിനാണ്, അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇനി നാലാമതൊരു കാര്യം കൂടി ഞങ്ങൾ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ നിങ്ങളോട് പറയാം, അതിൽ നിങ്ങൾക്കും ഗുണമുണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം എന്നിട്ട് പറയുന്നത്, അവർ പറയുന്നത് തഅബുദുല്ലാത്ത വൽ ഉസ്സ സന വനഅബുദുല്ലാഹ സന, നിങ്ങൾ ഞങ്ങളുടെ ലാത്തയെയും ഉസ്സയെയും ഒരു വർഷം ആരാധിക്കുക, നിങ്ങൾ അള്ളാഹിനെ ഞങ്ങളും ഒരു വർഷം ആരാധിക്കുക. അപ്പോൾ ഇതാണ് അവരുടെ വിഷയം. ലാത്തയെ ആരാധിക്കുക, ഉസ്സയെ ആരാധിക്കുക ഒരു വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അവർ അള്ളാഹുവിനെ ഒരു വർഷം, അടുത്ത വർഷം അവർ ആരാധിക്കുക എന്ന നിലക്ക് അവരൊരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അതിനെ റസൂൽ പറഞ്ഞ് ഞാൻ റബ്ബിനോട് കൂടിയാലോചന നടത്തട്ടെ എന്ന് പറഞ്ഞാൽ അവരോടൊന്ന് ആലോചിക്കാൻ സമയം തരാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ ഇറക്കിയത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ ഇന്ന വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അതവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു മുറിക്കേണ്ട ആവശ്യമുണ്ട്, മുറിക്കേണ്ട ഒരു ടീമുണ്ട് അവിടെ. വിളിച്ചത് അതാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് നിങ്ങളെല്ലാം പൈസ തരാം, ഇവിടെ തകൂന അഗ്നന്നാസ്, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ നിങ്ങളാകാൻ മാത്രം പൈസ തരാം, നിങ്ങളതൊന്നും ഉണ്ടാകുന്നാൽ മതി എന്നാണ്. അല്ലെങ്കിൽ നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളെ നേതാവാക്കി വാഴ്ത്തിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരാം. ഇതൊക്കെയാണ് അവർ എന്ത് ചെയ്ത് വെച്ചത്. എന്നിട്ട് അവർ പറഞ്ഞത് ഇതാണ്, ഒരു വർഷം നിങ്ങൾ ലാത്തയെ ഉസ്സയെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാം. അങ്ങനെ നമുക്കൊരു അവിടെ ആ വിഷയത്തിൽ മുറിച്ച് പറഞ്ഞു യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ട് അത് പറയേണ്ട ഒരു സ്ഥാനമാണ് ഉണ്ടായി. അതില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ പൊതുവെയുള്ള ശൈലി ഇതാണ്, യാ അയ്യുഹന്നാസ്, ഇങ്ങനെ ഉള്ള ശൈലികൾ. അതേപോലെ തന്നെ അങ്ങനത്തെ വിശുദ്ധ ഖുർആൻ്റെ പല ശൈലികളും അമുസ്ലിമീങ്ങളോടുള്ള നമ്മളുടെ ഇടപഴകലിൻ്റെ, അതേപോലെ തന്നെ അവരോടുള്ള സംസാരത്തിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള കുറേ ഇങ്ങനത്തെ ശൈലികളുണ്ട്. ചില ആളുകൾ ഈ വലാ ബറ വിഷയമുണ്ടല്ലോ, വലാ ബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ സഹോദരങ്ങളോട് നമ്മുടെ കൂറും സ്നേഹമാണ്. ബറ എന്ന് പറഞ്ഞെങ്കിൽ ആദർശ സഹോദരങ്ങളല്ലാത്ത ആദർശ ശത്രുക്കൾ, അവരോടുള്ള ദൂരം പാലിക്കലും അകൽച്ചയാണ്. ആദർശ സഹോദരങ്ങളല്ലാത്തവർ, ആദർശ ശത്രുക്കൾ, അവരോട് നമ്മൾ ദൂരം നിൽക്കേണ്ടതുണ്ട്, അകൽച്ച കാണിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ആ തെറ്റുകൾ, അവരുടെ കയ്യിലുള്ളതായ ആ തിന്മകൾ അത് നമ്മളിൽ സന്നിവേശിക്കാതിരിക്കാൻ, നമ്മളുടെ മേത്തേക്ക് തെറിക്കാതിരിക്കാൻ നമ്മൾ ദൂരം പാലിക്കേണ്ടതുണ്ട്. അതാണ് ബറ. പക്ഷെ അതിൻ്റെ പേരിൽ ചില ആളുകളുടെ ഈ കഠിനമായ പ്രയോഗങ്ങൾ, അത് ശരിക്ക് നമ്മൾ ഈ ഇസ്ലാം വിശുദ്ധ ഖുർആൻ്റെ ശൈലിയിൽ നിന്ന്, അതേപോലെ വിശ്വാസമാറ്റങ്ങളുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് പഠിക്കുക തന്നെ വേണ്ടതുണ്ട്. അവിശ്വാസവും ശിർക്കും നമ്മളിൽ സന്നിവേശിക്കരുത്, നമ്മളിൽ തെറിക്കരുത് എന്നുള്ളത് ശരിയാണ്, അതിനുള്ള ദൂരമാണ് പാലിക്കേണ്ടത്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ആയിഷ റളിയല്ലാഹു തആല വരുന്നുണ്ട്. അവർ വരുന്നത് അവരുടെ സഹോദരി അസ്മാൻ്റെ ഒരു വിഷയം ചോദിക്കാനാണ്. അസ്മാ ബിന്തു ഉമൈസ് അസ്മാ ബിന്ത് അബൂബക്കർ, അബൂബക്കറിന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്നു ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ. ഈ ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ അവരിലാണ് അസ്മ കുട്ടി. അസ്മ റളിയല്ലാഹു തആല കുട്ടി അബൂബക്കറിൽ. അസ്മ ഇസ്ലാം സ്വീകരിച്ചു, പാപ്പാൻ്റെ കൂടെ പോന്നു. ഖുതൈല ഇസ്ലാം സ്വീകരിച്ചില്ല, അവർ അബൂബക്കറിനെ അവർ ഒഴിവാക്കി. അങ്ങനെ അസ്മ റളിയല്ലാഹു തആല മദീനയിലേക്ക് ഹിജറ വന്ന്, അപ്പോൾ മോളെ കാണാനുള്ള പൂതിയിൽ ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ അബൂബക്കറിന്റെ ഭാര്യ വരികയാണ്, മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇമാം ഹാക്കിമിൻ്റെ മുസ്തദ്റക്കിലെ നിവേദനത്തിൽ കാണാം കുറേ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മകൾക്ക്.
അപ്പോൾ പിന്നെ അവർ വന്നപ്പോൾ പിന്നെ അസ്മ പറയാണ് നിൽക്കാൻ പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിക്കട്ടെ എന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് അസ്മ പറയാണ്, ഇങ്ങനെ എൻ്റെ ഉമ്മ ഖുതൈല ബിൻത് അബ്ദുൽ അസ്സ വന്നിട്ടുണ്ട്, പിന്നെ അസ്ലു ഉമ്മി, എൻ്റെ ഉമ്മയോടുള്ള സിലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ മകളും ആകുമ്പോഴുള്ള സിലത്ത് എന്താ അല്ലേ, ഉമ്മ അവർ ഞാൻ സ്വീകരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ് സലി ഉമ്മക്കി, ഉമ്മയാണ് ബന്ധം ചേർക്കാൻ പറയണം, അവരെ സ്വീകരിക്കാൻ പറയണം. അങ്ങനെ ഖുതൈല ബിൻത് അബ്ദുൽ അസ്സയെ പിന്നെ മദീനയിൽ അസ്മ സ്വീകരിച്ചു, അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു, വീട്ടിലിരുത്തി, അവരുടെ സമ്മാനങ്ങൾ കൊണ്ടു, ഇതൊക്കെയാണ് നമ്മൾ വായിക്കണത്. പിന്നെ അങ്ങനത്തെ പിന്നെ പല ഉദാഹരണങ്ങളും ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ബറായിൻ്റെ വിഷയത്തിൽ പിന്നെ ചില ആളുകൾ വളരെ തീവ്രന്മാരാണ്. തീവ്രന്മാരെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കലുള്ള ആദർശം അവർക്ക് എത്തണ്ടേ, അവർ നമ്മളുടെ സത്യം നമ്മുടെ പക്കലുള്ളത് ഇന്നതാണെന്നാണ് അവർ ഉൾക്കൊള്ളണ്ടേ. അവർക്കും ഒരു അവകാശമല്ലേ. ഇവിടെ നോക്കി നിങ്ങൾ എത്ര ഹൃദ്യമാകും ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊന്നിനും അടിച്ചേൽപ്പിക്കണില്ല, നിർബന്ധിക്കണില്ല. അവർക്കൊരു സ്വാതന്ത്ര്യം അല്ലാഹു വകവെച്ചിട്ടുണ്ട് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ. ആ സ്വാതന്ത്ര്യത്തെ വകവെച്ചിട്ടാണ് ചോദ്യം. മൈ യർസുഖുക്കും മിനസ് സമാവാതി വൽ അർദ് വഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ ലാ തുസ്അലൂന അമ്മാ അജ്റംനാ വലാ നുസ്അലു അമ്മാ തഅമലു. ഇങ്ങനെയുള്ള ശൈലികൾ. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഹക്ക് റബ്ബിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് തിരസ്കരിക്കാം എന്ന് പറയില്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ദീൻ വകവെച്ചിട്ടുള്ളതായി ഈ സ്വാതന്ത്ര്യങ്ങൾ, അതേപോലെ തന്നെ ഇത്തരം പെരുമാറ്റ മര്യാദകൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ ആളുകൾ തമസ്കരിക്കും. ഇതാണ് ചില ആളുകളുടെയൊക്കെ പ്രയോഗങ്ങളും പെരുമാറ്റങ്ങളുള്ളത് ഈ വലാ ബറായിൻ്റെ വിഷയത്തിൽ. അതൊരിക്കലും കാട് കയറാൻ പാടുള്ളതല്ല, ഒരു വിഷയത്തിലും തീവ്രത പാടുള്ളതല്ല എന്നതുപോലെ തന്നെ അതിലും തീവ്രത പാടുള്ളതല്ല. ചില ആളുകൾ ഭയങ്കര മോശമായ രീതിയിലാണ്. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സഹോദര എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും അതൊരു വലിയ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ അഖീദക്ക് വിരുദ്ധമായ രീതിയിലൊക്കെയാണ് ചില ആളുകൾ ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിമിനോട് അങ്ങനെയാണ് എങ്കിൽ പിന്നെ മുസ്ലിമിൻ്റെ പറയേണ്ടതുണ്ടാ. അപ്പോൾ അത് നമ്മളിവിടെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്, ഇത്തരം ശൈലികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ. പിന്നെ ഇവിടെ ഉള്ളൊരു വിഷയം ഓരോരുത്തരുടെയും വിചാരണ, അതാണ് വിഷയം. ലാ തുസ്അലൂന അമ്മാ അജ്റംന വലാ നുസ്അലു അമ്മാ തഅമലു. ഓരോരുത്തരും, അതാണ് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ലഹാ മാ കസബത്, അവർ ചെയ്തത് അവർക്ക്, വലക്കും മാ കസബ്തും നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക്, വലാ തുസ്അലൂൻ അമ്മാ കാനൂ യഅമലൂൻ അവർ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. നമ്മളൊക്കെ നമ്മളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസത്തിലും ഉറപ്പിലുമാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. മറ്റതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും ആലോചിക്കേണ്ടത്. ഞാൻ നേരത്തെ ആറാബിൻ്റെ കഥ പറഞ്ഞില്ലേ, എന്താ അള്ളാഹു പറയും എന്താ അല്ല സദഖ്ത, പിന്നെ അള്ളാഹു പറയും ഫഅൽതു. എന്തിനാ സദഖ്ത എന്ന് അള്ളാഹു പറയും? എന്തിനാ? ആള് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ സദഖ്ത എന്ന് അള്ളാഹു പറയും. പിന്നെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ ഇർസുഖ്നി എന്ന് പറയുമ്പോൾ ഫഅൽതു എന്ന് പറഞ്ഞാൽ ഈ ഫഅൽതു എന്താ? ഞാൻ ചെയ്തു, ഞാൻ നിനക്ക് പുറത്തു തന്നു എന്നാണ്, ഞാൻ നിന്നോട് കരുണ കാണിച്ചു എന്നാണ്, ഞാൻ നിന്നോട് നിനക്ക് അന്നം കനിയും എന്നുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് വരുമാനമാക്കി ഉണ്ടാക്കണം. വാക്കാൽ നമ്മൾ ചെല്ലേണ്ടത് നമ്മൾ ചെല്ലണം, അതേപോലെ തന്നെ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. കാരണം പരലോക കോടതിയിൽ നമ്മളുടെ വിചാരണ ഏത് വിഷയത്തിലാണ്? നമ്മൾ ചെയ്ത കാര്യത്തിലാണ്, മറ്റവൻ്റെ വിഷയത്തിലല്ല. പക്ഷെ ഇന്ന് നമ്മളങ്ങനെയല്ല. നമ്മൾ നമ്മളുടെ കാര്യത്തിൽ 100% ഓക്കെ എന്ന രീതിയിലാണ് നമ്മൾ നടത്താം. ഓനെ മാത്രമേ വിചാരണ ചെയ്യുള്ളൂ, അതുകൊണ്ട് ഓൻ്റെ കാര്യം നോക്കാൻ നമുക്ക് നേരമുള്ളൂ. നമ്മളെ കാര്യത്തിൽ നമുക്ക് ആലോചനയില്ല. നമ്മൾ പിന്നെ ഓതി നിസ്കരിച്ചു നോമ്പെടുത്തു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അമലുകൾ സ്വീകരിച്ചു എന്നുള്ളതിന് അലാമത്ത് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? നന്മയെ തുടർന്ന് നന്മ വരുമ്പോഴാണ് ചെയ്ത നന്മ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ്. നന്മയെ തുടർന്ന് നമ്മൾ തിന്മയാണ് വരുന്നത് എങ്കിൽ
നമ്മുടെ ആ നന്മ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാ. അതുകൊണ്ട് തന്നെ നമ്മൾ നന്മയെ തുടർന്ന് അൽ ഹസനാത്ത്, അതിനെ തുടർന്ന് എന്താ ഉണ്ടാകേണ്ടത്? ഹസനത്താണ് വേണ്ടത്. നന്മയിൽ നിന്ന് നന്മയിലേക്ക്. നന്മയെ തുടർന്ന് തിന്മ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ തിന്മ നന്മയെ കെടുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലല്ലേ? മാത്രമല്ല, ഈ നന്മ ചെയ്തിട്ട് നമുക്ക് നന്മയിൽ നിന്നൊരു ഉദവി വേണ്ടത് പിന്നെ നന്മയിലേക്കാണ്. പക്ഷെ അതിനെ തുടർന്ന് തിന്മ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ ഈ നന്മ അത് പടച്ചവൻ്റെ അടുക്കൽ തൃപ്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു നന്മയല്ല എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു വായന. അതുകൊണ്ടല്ലേ നമ്മൾ തിന്മയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ദിക്റുകൾ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, നമ്മളൊക്കെ നിസ്കരിക്കും അൽഹംദുലില്ലാ. പക്ഷേ ഈ ദിനേന ഖുർആൻ ഓതുക എന്നുള്ളതുണ്ടല്ലോ, നമ്മൾ ശീലമാക്കി തന്നെ വേണം. നമുക്കൊരു കുറവ് തോന്നണം. ഒരു ദിനം ഒരു പേജെങ്കിലും ഓതിയിട്ടില്ലെങ്കിൽ, ഒരു ഹിസ്ബെങ്കിലും ഓതിയിട്ടില്ലെങ്കിൽ അത് നമുക്കൊരു കുറവായിട്ട് നമുക്ക് എന്തോ ഒരു ശ്വാസം മുട്ടണ മാതിരി വരണം. അപ്പം നമുക്ക് ജീവിതത്തിൽ അത് ഫീൽ ചെയ്യണം. ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ ഈ ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ, അദ്കാർ സബാഹ് പ്രത്യേകിച്ച് അദ്കാറുൽ മസാഹ് ചൊല്ലിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ടാൽ എങ്ങനെ ആ മത്സ്യത്തിൻ്റെ അവസ്ഥ അതേപോലെ ആയിരിക്കണം. ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാര്യവും അങ്ങനെയാണ്. ദിക്റില്ലാത്ത മനുഷ്യൻ തീർത്തും അസ്വസ്ഥനാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമുക്ക് ഞാനതാണ് തഫ്സീറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ നാമങ്ങളൊക്കെ പറയുമ്പോൾ ഈ ദിക്റുകൾ, ദുആകൾ വരുന്ന സംഭവങ്ങളെ പ്രത്യേകം ഉദ്ധരിക്കുന്നത് എന്തിനാണ്? അതിലാണ് നമുക്ക് ശരിക്ക് ഒരു ജീവിത സുഖവും മനസ്സിൻ്റെ സുഖവും സമാധാനവും ഒക്കെ എന്നുള്ളതിനാലാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത നിലക്കാണ് നമുക്ക് വഴികളും നമ്മളുടെ മാർഗങ്ങൾ തുറക്കുകയും ചെയ്യാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ എല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ ഈ വിചാരണയുടെ വേദയിൽ റസൂലുള്ളാഹി സ്ത്രീകൾ കാരക്കൻ്റെ കുരുവും കല്ലും പെറുക്കി വെച്ചിട്ട് തസ്ബീഹ് ചെല്ലണത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇജ്അൽനഹാ ബിൽ അനാമിൽ, കൈവിരലുകൾ കൊണ്ട് നിങ്ങൾ ദിക്റെടുക്കുന്നു പറയാണ്. ഫൈനഹ മസ്ഊലാത്തുൻ മുസ്തൻതിഖാത്ത്, കൈവിരലുകളോടാണ് ചോദ്യം ചെയ്യുക. കൈവിരലുകളാണ് പരലോകത്ത് സംസാരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദിക്ർ കൈവിരലുകൾ കൊണ്ട് എടുക്കുകയും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. അവിടെ വരെ റസൂലുള്ളാഹി ആ ഒരു വിചാരണയുടെ വേദിയെ, പരലോക കോടതിയെ ഉണർത്തി കൊടുക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊക്കെ ആ ഒരു വിചാരണയുടെ വേദിയിലേക്ക് നമുക്ക് ഉണ്ടാകേണ്ട സമ്പാദ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് ഉണർത്താനുള്ളത്. അവിടെയൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. മറ്റുള്ളവരുടേതൊന്നും നമ്മളോട് ചോദ്യം ചെയ്യൂല. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കണം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഇതിൻ്റെ തുടർച്ചയിൽ കുൽ റബ്ബുനാ യജ്മഉ ബൈനനാ വബൈനകും എന്നുള്ള തുടർച്ചയിൽ ആയത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.